കുമാരദർശനം എന്ന സുബ്രഹ്മണ്യ ഉപാസനാ പദ്ധതിയിലേക്ക് സ്വാഗതം. ചിലരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ക്ലാസ് ആമുഖ ക്ലാസ് ആയിരുന്നു. ഇന്ന് മുതൽ നമ്മൾ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന്. ഒരുപക്ഷെ ചിലർക്ക് ശ്രേഷ്ഠാചാര സഭയെ പരിചയമുണ്ടാവില്ല. സഭയെക്കുറിച്ചൊരു വാക്ക്. ശ്രേഷ്ഠാചാര സഭ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാധകന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. ഏകദേശം 30ഓളം വർഷങ്ങളായിട്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നു. കോഴിക്കോടും കണ്ണൂരും ബാംഗ്ലൂരും കാലടിയിലും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. എന്ത് ക്ലാസ്സുകളാണ്? പ്രധാനമായിട്ടും കുലദേവത ഉപാസന, കുലദേവതയുടെ പൂജ, കുലദേവതയുടെ ഉപാസന, ഗണപതി ഹോമം, അതേപോലെ സന്ധ്യാവന്ദനം, ഗായത്രി ഉപാസന തുടങ്ങിയ വിഷയങ്ങൾ ആണ് പ്രധാനമായിട്ടും സഭ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം പൊതുവെ സഭയുടെ ഒരു പദ്ധതി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിൽ പുതിയ ക്ലാസ്സുകൾ തുടങ്ങും. പുതിയ ക്ലാസ്സുകൾ തുടങ്ങി ഏകദേശം അത് കർക്കിടകത്തിന് മുൻപ് അവസാനിക്കും. അങ്ങനെ ഒരു വർഷത്തെ ഒരു പാഠ്യപദ്ധതി ആണുള്ളത്. അത് കോഴിക്കോട് വെച്ചായിരുന്നു നടത്തി വരുന്നത്. കോഴിക്കോടും കണ്ണൂരും ആണ് പ്രധാനമായിട്ടും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ക്ലാസ്സുകൾ നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സഭ പ്രവേശിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു 3000ഓളം പേരെങ്കിലും ഇതുവരെ സഭയുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ പ്രധാനമായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവാറുള്ളത് ഗണപതി ഹോമവും കുലദേവതയുടെ ആരാധനയുമാണ്. ഇടയ്ക്ക് ഗായത്രി ഉപാസനയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുലദേവത ഉപാസനയുടെ ക്ലാസ് തീർന്നതിന് ശേഷം, ജനുവരിയിലായിരുന്നു കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയത്. ആ ക്ലാസ് തീർന്നതിന് ശേഷം ഗുരുനാഥൻ നിർദ്ദേശിച്ചു സുബ്രഹ്മണ്യ ഉപാസനയുടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം. സുബ്രഹ്മണ്യ ഉപാസനയുടെ സമയമായി, അതിൻ്റെ കാലമാണ്. അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗുരുനാഥൻ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. എന്താണ് അതിൻ്റെ സമകാലീന പ്രസക്തി, എന്താണ് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയായിരുന്നു സുബ്രഹ്മണ്യ ഉപാസന ഉണ്ടായിരുന്നത് എന്ന്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ആമുഖം എന്നോണമാണ് ഗുരുനാഥൻ എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു, എല്ലാവരും പഞ്ചാക്ഷര ജപം, സാധന തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും പഞ്ചാക്ഷര ജപം അനുവർത്തിക്കണമെന്ന്. അതുപോലെ ഭസ്മധാരണവും പഠിപ്പിച്ചിരുന്നു. ഒരു ഗുരുനാഥൻ ഇന്നത് ചെറുതായിട്ടൊന്ന് എല്ലാവർക്കും ഒന്നും കൂടെ പറയും. എല്ലാവരും അത് അനുവർത്തിച്ച് പഞ്ചാക്ഷരം ജപിച്ചിരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിലർക്കെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചില ഡയറക്ഷൻസ് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് സ്വീകരിക്കുക, മുമ്പോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സമയം കൃത്യമായിട്ട് മാറ്റി വെക്കണം. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും 7:30 മുതൽ 8:45 വരെ നിങ്ങളുടെ സമയം നിർബന്ധമായിട്ടും മാറ്റിവെക്കണം. നിങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് റെക്കോർഡിംഗ് ലഭ്യമാകുന്നതല്ല. ഗുരുനാഥൻ കൃത്യമായി പറയാറുണ്ട്, ക്ലാസ്സുകൾ നേരിട്ട് തന്നെ കേൾക്കണം. ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് തന്നെ ക്ലാസ്സുകൾ കേൾക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി ക്രമപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴ്ചയിൽ 1.5 മണിക്കൂർ ഇതിനു വേണ്ടി ചിട്ടപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതം ഇതിനനുസരിച്ച് ക്രമീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനനുസരിച്ച് ക്ലാസ് ക്രമീകരിക്കണം എന്ന് ആവശ്യപ്പെടരുത്. പല പല സാഹചര്യങ്ങളുണ്ടാകും, പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ നിങ്ങൾക്കത് മാറ്റിവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടി ഗുരുനാഥനെയും ഗുരുപത്നിയെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, എല്ലാവരും നിവർന്നിരിക്കാം. ക്ലാസ് ആരംഭിക്കാൻ പോവാണ്. എല്ലാവർക്കും കുലദേവത ഉണ്ടാവും. ആ കുലദേവ സ്മരിക്കണം. അവിടെ കുലദേവതയോട് ബന്ധപ്പെട്ട ഒരു ഗുരുസങ്കല്പം ഉണ്ടാവും, ഒരു ഗുരു കാരണവന്മാരുണ്ടാവും, പിന്നെ ഗുരു പരമ്പരയുണ്ട്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അടുത്തായിരിക്കില്ല. എന്നാൽ പോലും ഇവരെ മുഴുവൻ സ്മരിച്ചുകൊണ്ട് കുലദേവത
ഗുരുകാരണന്മാർ, ഗുരുപരമ്പര, മാതാപിതാക്കൾ, അവിടെ നമ്മൾ എല്ലാവരും ഏത് കാര്യത്തിലും സ്മരിക്കണം. കാരണം പ്രത്യക്ഷമായ ശിവനും പാർവതിയുമാണ് അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. അവരൊക്കെ നമസ്കരിച്ച് മനസ്സുകൊണ്ട് നമസ്കരിക്കാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അടുത്ത കാലാംശം, ഈ പീരീഡ് പൂർണ്ണമായിട്ട് നമ്മുടെ ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടാകട്ടെ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. ക്ലാസ് കഴിയുന്നത് വരെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം മണിക്കൂറിരിക്കാം. അതിന് ഈശ്വരൻ നമ്മൾ സഹായിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാക്ഷര മന്ത്രോപദേശം നടന്നിരുന്നു. അത് മുതൽ ആരംഭിക്കാം. എല്ലാവരും നിവർന്നിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം, മറ്റ് കാര്യങ്ങൾ വ്യാപരിക്കാതിരിക്കാൻ ശ്രമിക്കാം. എല്ലാവരും നിവർന്നിരിക്കാം. ശിരസിൽ തൊട്ടുകൊണ്ട് വാമദേവ ഋഷി, മേൽചുണ്ടിൽ പങ്ക്തിച്ഛന്ദ, ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഇവിടെ എല്ലാവരും ജപിക്കണം. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. വാമദേവ ഋഷി ശിരസ് തൊട്ടുകൊണ്ട് മേൽചുണ്ടിൽ പങ്ക്തിച്ഛന്ദ, ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം.
ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം യത്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഹര ഹരോ ഹര, 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 ഹര ഹരോ ഹര. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കുമാരദർശനത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആമുഖമായിരുന്നു മാത്രമായിരുന്നു. പക്ഷെ അന്ന് ഭസ്മധാരണവും പഞ്ചാക്ഷര ജപവും ഔപചാരികമായി പഞ്ചാക്ഷര ഉപദേശവും കൊടുത്തു. അതൊന്നുകൂടി ആവർത്തിക്കാം. കാരണം പകുതിയോളം ആളുകൾ പുതിയ ആളുകളാണ്. അതിനുശേഷം 100 ആളുകൾ ഈ ജോയിൻ ചെയ്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും ഒരു ഉപദേശത്തിന്റെ ഭാഗമല്ല എടുക്കാം. അതിന് മുമ്പേ ഇന്ന് 3 കാര്യങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആചമനം, ഭസ്മധാരണം, പഞ്ചാക്ഷരം. ഭസ്മധാരണം പഞ്ചാക്ഷരം കേട്ടവരായിരിക്കാം, എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കാം. എന്നിട്ട് കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ ജപക്രമത്തിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തോടുകൂടെ അതിൻ്റെ അടുത്ത 2 ആഴ്ച കൊണ്ട് ഉപദേശം കഴിയും. സുബ്രഹ്മണ്യ മന്ത്രത്തിന് ഉപദേശം കഴിയും. ഇന്ന് പറ്റുക, ഇന്ന് സമയം ഉണ്ടെങ്കിൽ പ്രവേശിക്കാം. എന്തായാലും ഏതൊരു സാധകനും കുളി കഴിഞ്ഞ് സാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ, സാമാന്യന കുളിച്ചിട്ടാണല്ലോ വരിക. കുളി കഴിഞ്ഞു. കുളി എന്തിനാ? ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ്. നാം ഈശ്വരാരാധനയ്ക്ക് തയ്യാറാവണം. ആ തയ്യാറാവുന്നതിന് വേണ്ട ഭാഗമാണ് നേരത്തെ എഴുന്നേൽക്കുക, തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുക, ഒന്ന് കുളിക്കുക. ഒരു സാധാരണ രീതിയിൽ അമ്പലത്തിൽ പോകണമെങ്കിൽ പോലും കുളിച്ചിട്ടല്ലേ പോവുക. അപ്പോൾ കുളിക്കുന്നതിനാ? ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധകൻ കുളിച്ചാൽ മാത്രം പോരാ, ജലസ്നാനം മാത്രം പോരാ. ജലസ്നാനം 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് മുങ്ങി കുളിക്കാം. കുളത്തിലോ പുഴയിലോ മറ്റ് ജലാശയങ്ങളോ പോയി മുങ്ങി കുളിക്കാം. അതിന് അവഭൃത സ്നാനം എന്നാണ് പറയുന്നത്. ഇന്ന് പൊതുവെ അത് കുറവാണ്. മുങ്ങിക്കുളിക്കുന്ന സമ്പ്രദായം കേരളം നഷ്ടപ്പെട്ടു പോയി. കേരളത്തിൽ ഏറ്റവും പ്രത്യേക പ്രഭാതത്തിൽ പോയി അമ്പലക്കുളത്ത് പോയി മുങ്ങിക്കുളിക്കുന്ന കേരളത്തിലെ അടിസ്ഥാന സംസ്കാരം. പക്ഷെ 2 തലമുറ മുൻപ് വരെ അത് കൃത്യമായി നടന്നിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇതാണ് കേരളീയ സംസ്കാരം, മുങ്ങിക്കുളിക്കാൻ സംസ്കാരം. അതിന്റെ സുഖം സമൂഹം നഷ്ടപ്പെട്ടു. മുങ്ങിക്കുളിച്ചാൽ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് മിക്കവാറും കിട്ടില്ല. കാരണം 2 കാരണങ്ങൾ. ഒന്ന്, പൊതു ജലാശയങ്ങൾ കേടുവന്നു. മനു പറഞ്ഞത് പൊതു ജലാശയങ്ങളിൽ തുപ്പരുതെന്ന് പറഞ്ഞില്ല. അത്രയും കൃത്യമായിട്ടുള്ള കാലത്ത് ഭാരതീയ സംസ്കാരം. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ മലിനവാസാക്കപ്പെട്ടത് പൊതു ജലാശയങ്ങളാണ്. ഗ്രാമാന്തരങ്ങളിൽ ജലസ്രോതസ്സായിരുന്നു, ശുദ്ധജല സ്രോതസ്സായിരുന്നു പൊതു ജലാശയങ്ങൾ. ഇടക്കാലത്ത് വന്ന അപചയങ്ങളും നഷ്ടപ്പെട്ടു. ധാരാളം കുളങ്ങളും നഷ്ടപ്പെട്ടു, ജലാശയങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വീണ്ടും ജനങ്ങൾ ബോധവൽക്കരിച്ച് വരുന്നുണ്ട്. വീണ്ടും അതിന് താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഞാനിന്ന് വൈകിട്ട് ഞങ്ങൾ അമ്പലക്കുളത്ത് പോയി നോക്കിയ സമയത്ത് ഭയങ്കര തിരക്കാണ്. കുട്ടികൾ കാണുന്നുണ്ട്. കാരണം സമൂഹം മാറി വരുന്നു എന്ന പ്രത്യേകത. അപ്പോൾ മുങ്ങി കുളിക്കുക, അത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ്. എന്തിനാ കുളിക്കുന്ന? ശുദ്ധിയായിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. ഈശ്വര ആരാധന ശുദ്ധിയായിട്ട് വേണം എന്ന് പറയാം. പിന്നെ കുളി 2 തരത്തിൽ. നമ്മൾ സാധാരണ ഒരു കപ്പിൽ വെള്ളം എടുത്ത് അഭിഷേകം ചെയ്യാം, വെള്ളം ഒഴിച്ച് കുളിക്കാം. ഇത് സാമാന്യം അതാണ് നടക്കുന്നത്. അപ്പൊ അവബൃത സ്നാനമായിട്ടും അഭിഷേക സ്നാനമായിട്ടും കുളി നടക്കും. സാമാന്യനെ കുളിച്ചാൽ ശുദ്ധമാകും. പിന്നെ ചെറിയ ഭസ്മം കൊണ്ടുള്ളൂ സ്നാനത്തിന് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സാധകൻ അത് പോരാ. കാരണം സാധകൻ തയ്യാറാവാൻ, സാധനയ്ക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ട് ഭാഗമാണ് ശുദ്ധി.
എന്താണ് ശുദ്ധി എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ ഈശ്വര ചൈതന്യം മാത്രമാണ് ശുദ്ധമായിരിക്കുന്നത്. അതിൽ കുറഞ്ഞൊക്കെ അശുദ്ധിയാണ് സത്യത്തിൽ. പക്ഷെ വേറെ നിയമമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ എവിടെയാ ഉള്ളത്? അണോരണീയാൻ മഹതോ മഹീയാൻ. ഈ മഹതോ മഹി ബ്രഹ്മാണ്ടം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന ഓരോ പരമാണുവിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. അഥവാ അതിനെ ഭേദിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ളിൽ പോലും, എള്ളിൽ എണ്ണ പോലെ, എള്ള് മുറിച്ചാൽ ഓരോ കഷ്ണത്തിലും എണ്ണയുണ്ടാവും. അതുപോലെ ഓരോ പരമാണുവും ഭേദിച്ചാൽ അതിനുള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ട്, അണോരണീയാൻ. അതുകൊണ്ട് ആ പരമാണുക്കളെ കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ മഹതോ മഹി നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. അപ്പോഴെവിടെ അശുദ്ധി ഉണ്ടാകും? ഈശ്വരീയ ചൈതന്യം ഇല്ലാത്ത ഒരു കണിക പോലും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ പിന്നെ അശുദ്ധാകും. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് കുറേയധികം പരിമിതികളുണ്ട്. സമയത്തിന്റെ, കാലത്തിന്റെ കുറേ പരിമിതികളുണ്ട്. 3 തരം മാലിന്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. ആണവമലം, കർമ്മകമലം, മായികമലം, 3 മാലിന്യങ്ങൾ. അതുകൊണ്ട് എല്ലാം ശുദ്ധമാണ്, എല്ലായിടത്തും ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഈശ്വരൻ എവിടെയാണ്? എല്ലാവരും പറയാം എൻ്റെ ഉള്ളിൽ ഈശ്വരൻ. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്നുള്ള ബുദ്ധിപരമായ ഒരു പഠനം മാത്രമാണ്, ഒരു അറിവ് മാത്രമാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് അനുഭവിക്കാൻ കുറേ മുൻപോട്ട് പോകും, സാധന മുൻപോട്ട് പോകും. അത് തന്നെയാണ് ഈശ്വരൻ. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. പിന്നെ സാധനയോട് വളരെ മുൻപോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരനെ ശുദ്ധിയാവാൻ ചില ക്രിയകൾക്ക് ആവശ്യം. അതിന്റെ ഭാഗമാണ് ആചമനം എന്ന് പറയുന്നത്. സാധാരണ ഒരാൾ കുളിച്ചാൽ ശുദ്ധിയാവും. അവരുടെ മനസ്സ് തയ്യാറായി, ഞാൻ ശുദ്ധിയാണ്, ബോധമായ മനസ്സിന് വന്നു. ഒരു സാധനത് പോരാ. അപ്പൊ അയാൾക്ക് ആചമനം ചെയ്യാം. ആചമനം കുറേ തരമുണ്ട്. ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ആചമന പദ്ധതിയാണ് ഇവിടെ എടുക്കുന്നത്. വളരെ ലളിതമാണ്. എന്തിനാ ആചമനം ചെയ്യുന്നത്? മന്ത്രസ്നാനം എന്നാണ് പറയുന്നത്. ജലസ്നാനം, 2 മന്ത്രസ്നാനം. നമ്മുടെ ശരീരം, ഞാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും, നമുക്ക് ശരീരമുണ്ട്. നമുക്ക് ഈ ശരീരം കാണാൻ കഴിയും, അല്ലേ? മറ്റുള്ള ശരീരം കാണാൻ കഴിയും. പക്ഷെ ശരീരം മുഴുവനും കാണാൻ പറ്റില്ല. ശരീരം പുറമേയുള്ള തൊലി മാത്രമാണ് കാണുന്നത്. അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? അസുർക്ക്, രക്തം, മാംസം, അങ്ങനെ 7 ധാതുക്കളുണ്ട്, മജ്ജ വരെ. ഇത് മുഴുവൻ ചേർന്നതാണ് ശരീരം എന്ന് പറയുന്നത്. കുളിച്ചാൽ എവിടെ ശുദ്ധിയാവുക? ഈ പുറമെ തൊലിപ്പുറമേയുമാണ് ശുദ്ധിയാവുക സത്യത്തില്. മാത്രമല്ല ഈ സപ്തധാതുക്കളിലൂടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രാണശക്തിയും കൂടെയാണ്. ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ഈ കാണുന്ന സ്ഥൂല ശരീരം എന്നാണ് പറയാം. പഞ്ചഭൂതങ്ങൾക്ക് സൃഷ്ടമായിരിക്കുന്ന മജ്ജ മുതൽ ത്വക്ക് വരെ നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരം, അത് സ്ഥൂല ശരീരം എന്ന് പറയും. കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഒരു ശരീരം. പക്ഷെ അതുകൊണ്ട് പ്രവർത്തിക്കില്ല. ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഊർജം വേണ്ടേ? ഒരു മെഷീൻ ഉണ്ട്, എല്ലാ ഉപകരണവും. പക്ഷെ അത് മെഷീൻ പ്രവർത്തിക്കാൻ കറണ്ട് വേണ്ടേ? എങ്കിലും ആ മെഷീൻ പ്രവർത്തിക്കുള്ളൂ. ഇതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തന സജ്ജമാവണം. എന്ത് വേണം? അവിടെ പ്രാണശക്തി വേണം. പ്രാണശക്തി ഉണ്ടെങ്കിലേ ഈ ശരീരം ജീവൻ ഉണ്ട് എന്ന് പറയേണ്ടത്. ജീവൻ ഒരു പ്രതിഭാസം. ജീവൻ ഉണ്ടാവണമെന്ന് വേണം, പ്രാണശക്തി വേണം. ആ പ്രാണശക്തി നിറഞ്ഞിരിക്കുന്ന നാഡികളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നാഡി സുഷുമ്നാ നാഡിയാണ്. അതിന് 2 ഭാഗത്ത് ഇടാപ്പികളെ 2 നാഡികളുണ്ട്. ആ നാഡികളിൽ നിന്ന് സൂക്ഷ്മ നാഡികൾ ശരീരം എല്ലാ ഭാഗത്തേയും വ്യാപിച്ചിരിക്കുന്നു, നിറഞ്ഞിരിക്കാൻ ശരീരം. അതിലൂടെയാണ് പ്രാണശക്തി സഞ്ചരിക്കുന്നത്. എവിടെയെങ്കിലും നമുക്കൊരു മരവിൽ പോന്ന് വേദന വന്നു, അപ്പോൾ സാധാരണ വൈദ്യന്മാരൊക്കെ നോക്കിയിട്ട് എന്താ പറയാ? അവിടെ നാഡിക്ക് ബലമില്ല എന്ന് പറയും. നാഡിക്ക് ബലം, അവിടെ പ്രാണശക്തി പ്രവർത്തിക്കുന്നില്ല. പ്രാണശക്തി സഞ്ചരിക്കുന്ന നാഡികളിലൂടെയാണ്. പ്രാണശക്തിയിലൂടെ മരിച്ചു, ആ ഭാഗ്യങ്ങളും മരിച്ചു നടത്തും. ഒരു മനുഷ്യന് ഇത് മുഴുവൻ അവസാനിക്കുമോ? ഇതിന്റെ പ്രവർത്തനം ഈ മെഷീൻ നിന്നു പോവാം. ഈ ശരീരമാകുന്ന മെഷീൻ നിന്നു പോയാൽ മരിച്ചുവല്ലോ. ഒരാൾ എന്താ പറയാ? എന്ത് പറ്റിയെന്നാ പറയാ? പ്രാണൻ പോയി എന്നാ പറയാ, അല്ലേ?
അപ്പം പ്രാണന പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഈ ശരീരം മുഴുവൻ വലിയ കാര്യമൊന്നും. അപ്പം പ്രാണശക്തി ഉണ്ടെങ്കിൽ ഇവിടെ ജീവനുണ്ട്, പ്രാണശക്തി ജീവനില്ല. അപ്പോൾ സാധാരണക്കാരന്റെ ശരീരത്തിനകത്ത് 3 ഭാഗങ്ങളും: സ്ഥൂല ശരീരം, ഈ കാണുന്ന ശരീരം, അതിനുള്ളിൽ പ്രവർത്തനക്ഷമമായ ഊർജമായിരിക്കുന്ന ഒരു പ്രാണശരീരം, സ്ഥൂലവും അതിൽ സൂക്ഷ്മ ശരീരമുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ശുദ്ധമായ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറയില്ലേ? ഈശ്വരൻ എവിടെയാണ്? നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഉള്ളിലുണ്ടെന്ന് പറയുന്ന ഈശ്വര ചൈതന്യം ഉണ്ടല്ലോ, അതിനാണ് കാരണശരീരം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ വേർതിരിച്ചറിയാനും അനുഭവിക്കാനും വേണ്ടിയിട്ട് ഈ സാധനം മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നാമജപം, അമ്പലത്തിൽ പോവുക, അതും അമ്പലത്തിൽ ക്ഷേത്ര ദർശനം തുടങ്ങി അങ്ങേ അറ്റത്തെ വേദാന്ത പഠനം വരെ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം സ്വാംശീകരിക്കാനും അനുഭവിക്കാനും വേണ്ടി. അതനുഭവം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഈ 2 പരിമിതികൾ നമുക്കുണ്ട്. നമുക്ക് സ്ഥലബോധത്തിന്റെ, സമയബോധത്തിന്റെ, ഇങ്ങനെ കുറേ പരിമിതി നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കുറേ യാത്ര ചെയ്യണം. ആ യാത്രയാണ് ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ നിന്ന് എൻ്റെ ഉള്ളിലുള്ള തന്നെ, ഉള്ളിൽ തന്നെയുള്ള, പുറമൊന്നുമല്ല, സ്വർഗത്തിലൊന്നും പോണ്ട, ആ ഈശ്വരനെ അനുഭവിക്കാൻ. എൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട്, അതിനെ അനുഭവിക്കാൻ ഈശ്വരനുകളുടെ യാത്രയാണ് ആധ്യാത്മിക യാത്ര എന്ന് പറയുന്നത്. അതാണ് നാമജപം മുതൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ക്ഷേത്രദർശനം മുതൽ വരുന്ന ഏറ്റവും വലിയ ആധ്യാത്മിക പഠനം വരെ ആ യാത്രയാണ്. അതിന് തുടക്കത്തിൽ ഒരു വാക്ക് നമ്മൾ വെറുതെ നമ്മൾ കയറി നിൽക്കുന്ന മാത്രമല്ല ഇതിലൂടെയൊക്കെ, ഈ നമ്മുടെ ഈ പഠനങ്ങളിൽ വെറുതെ അവിടെ കയറി നിൽക്കാം. മുന്നോട്ട് കുറേ മുന്നോട്ട് പോകണം. ഒരേ കാര്യം ചെയ്താലും മതി കേട്ടോ. 100 കാര്യം 100 കാര്യം ചെയ്യണ്ട, ചില കാര്യം മാത്രം ചെയ്താലും മുന്നോട്ട് പോവാം. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള സാധകൻ ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തയ്യാറാവുന്ന ഭാഗമായിട്ട് കുളിക്കണം, മന്ത്രസ്നാനം ചെയ്യാം. ഈ മന്ത്രസ്ഥാനത്തിലൂടെ ഈ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ശുദ്ധമാകുന്നു. മനസ്സിലായല്ലോ? മന്ത്രത്തിനുകൊണ്ട് കുളിക്കാം. അപ്പൊ മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ്. ശബ്ദം എന്നൊരു സ്പന്ദനമാണ്. ഒരു ശബ്ദത്തിന് സ്പന്ദനമാണല്ലോ. ശബ്ദങ്ങളുടെ കൂട്ടമാണ്, പലതരം ശബ്ദങ്ങളുടെ സമാഹാരമാണ്, സംഘാതമാണ് ഒരു മന്ത്രം എന്ന് പറയുന്നത്. നമ ശിവായ എന്നാ ഒരു ശബ്ദമാണ്, അമ്മ വേറെ ശബ്ദമാണ്, ശിവ വേറെ ശബ്ദമാണ്. ഈ ശബ്ദങ്ങൾ വേണ്ട പോലെ കോർത്തെടുക്കുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പോഴ് മന്ത്രം സ്പന്ദനമാണ്, കേവലം ശുദ്ധ സ്പന്ദനം. ഈ പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിനും സ്പന്ദനമാണ്. അപ്പൊ നമ്മുടെ ശരീര പരമാണുക്കളെ കൊണ്ട് സൃഷ്ടമായതാണ്. അതിനകത്ത് ശബ്ദസ്പന്ദനമുണ്ട്. അത് പ്രപഞ്ച ആരംഭം മുതൽ ഈ പ്രപഞ്ചത്തിലുള്ള ശബ്ദസ്പന്ദനം. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ തൻ്റെ ശരീരത്തിലുള്ള അതിസൂക്ഷ്മമായ ചൈതന്യത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ് ആചമനം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. വലിയ 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ കാര്യമാണ്. വെള്ളം എടുക്കാം, എന്നിട്ട് വലത് കയ്യിൽ ഒരു തുള്ളി വെള്ളം എടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഒരു സ്പൂണൊക്കെ വയ്ക്കുക, എന്നിട്ട് ആ സ്പൂൺ വെച്ച് ഒരു തുള്ളി വെള്ളം വലത് കയ്യിൽ. ഇതിന് ഗോമുഖി മുദ്ര എന്ന് പറയും. ഗോമുഖി വെച്ചാൽ ഒരു പശുവിന്റെ ചെവി പോലെയില്ല. എന്നിട്ട് ഒരു തുള്ളി വെള്ളം, ഉഴുന്ന് മണിയോളം എന്ന കണക്ക് എടുത്തിട്ട് പറയാം, ഓം ഭൂ. ശ്രമിക്കുക, നമ്മൾ സങ്കല്പിക്കാം, കയ്യിൽ വെള്ളം സങ്കല്പിക്കുക. ഇപ്പൊ കയ്യിൽ വെള്ളം പറയാം, ഓം ഭൂ ഋഗ്വേദാത്മനെ ബ്രഹ്മണേ സ്വാഹ. കുടിക്കും. ഓം ഭൂ ഋഗ്വേദാത്മനെ ബ്രഹ്മണേ സ്വാഹ. 3 കാര്യം: ഭൂ, ഋഗ്വേദം, ബ്രഹ്മണേ, ബ്രഹ്മാവ്. അപ്പോൾ ആദ്യത്തെ മന്ത്രം ഓം ഭൂ ഋഗ്വേദാത്മനെ ബ്രഹ്മണേ സ്വാഹ. കുടിക്കും. വീണ്ടും ഒരു തുള്ളി വെള്ളം എടുക്കുക. ഓം ഭുവ യജുർവേദാത്മനെ വിഷ്ണവേ സ്വാഹ. അപ്പോൾ ഓം ഭുവ, ഭുവർലോകം. ആദ്യം ഭൂലോകം, 2 ഭുവർലോകം. ഭുവ യജുർവേദാത്മനെ വിഷ്ണവേ സ്വാഹ. കുടിക്കും. വീണ്ടും ഒരു തുള്ളി വെള്ളം എടുക്കുക. ഓം സ്വ സാമവേദാത്മനെ രുദ്രായ സ്വാഹ. കുടിക്കണം. അപ്പോൾ 3 മന്ത്രമാണ്. ഓം ഭൂ ഋഗ്വേദാത്മനെ ബ്രഹ്മണേ സ്വാഹ. കുടിച്ചു. വീണ്ടും വെള്ളം എടുത്തു. ഓം ഭുവ യജുർവേദാത്മനെ വിഷ്ണവേ സ്വാഹ. കുടിച്ചു. വീണ്ടും ഒരു തുള്ളി വെള്ളം എടുത്തു. ഓം സ്വ സാമവേദാത്മനെ രുദ്രായ സ്വാഹ. മന്ത്രം പഠിക്കാൻ എളുപ്പമാണ്. ഭൂർ ഭുവസ്വ, ഋഗ്വേദം, യജുർവേദം, സാമവേദം. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ശിവൻ.
മൂന്ന് ത്രിമൂർത്തികൾ, ത്രിലോകങ്ങൾ, പിന്നെ വേദങ്ങൾ 3 പക്ഷേ കൈയൊന്ന് കഴുകി കൈ നനയ്ക്കുക. പിന്നെ വലത് ചെവി വെച്ച് ഇടത്തോട് തുടയ്ക്കണം. ഓം ഭൂർഭുവസ്വരോം അഥർവംഗിരസേഭ്യോ നമഃ. അപ്പൊ ഈ 3 മന്ത്രം കൂടി ചേർക്കാം. ഭൂലോകം, ഭൂലോകം, സ്വലോകം. അതിൽ വേണം ഭൂർഭുവസ്വരോ അഥർവ അംഗിരസേഭ്യോ നമഃ എന്ന് പറഞ്ഞു തുടങ്ങി. മനസ്സിലായോ? അപ്പോ വീണ്ടും വെള്ളം എടുക്കാം. ഒന്ന് നനയ്ക്കായി നനയ്ക്കുക. വല ചെവി വയ്ക്കുക. ഓം. വലത് ചെവിയിൽ നിന്ന് ഇടത്തോട്ട് തുടയ്ക്കണം. ഓം ഇതിഹാസ പുരാണേഭ്യോ നമഃ. വീണ്ടും കൈ നനച്ച് വീണ്ടും താഴ്ത്തും. ഓം അഗ്നയേ നമഃ. ഇത്രയേ ഉള്ളൂ ഒരു ഭാഗം. അപ്പൊ ഇവിടെ ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, പിന്നെ ഓം ഭൂർഭുവസ്വരോ അഥർവ അംഗിരസേഭ്യോ നമഃ. ഈ 2 സഹോദരന്മാരുടെ പേരാണ് അഥർവണനും അംഗിരസും. അഥർവണ വേദം അതിന്റെ മന്ത്രദ്രഷ്ട സൃഷ്ടിച്ചത് ഈ 2 സഹോദരന്മാരാണ്. അവരെ സ്മരിക്കണം. അതാണ് 4 മന്ത്രങ്ങൾ. അപ്പൊ പഠിക്കാൻ എളുപ്പം എന്താ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഭൂലോകം, ഭൂലോകം, സ്വലോകം. അവസാനത്തെ ഭൂർഭുവസ്വ അഥർവ ഓം ഭൂർഭുവസ്വരോം അഥർവ അംഗിരസേഭ്യോ നമഃ എന്ന് 4ാമത്തെ മന്ത്രം. അതൊക്കെയാണ് തുടക്കം. പിന്നെ ഇതിഹാസ പുരാണേഭ്യോ നമഃ അടുത്ത മന്ത്രം. പിന്നെ അഗ്നയേ നമഃ. ഇത്രയുമായ ഒരു ഭാഗമായി ഒരു ഭാഗമാണ്. നമുക്ക് ശുദ്ധിയാവാനുള്ള ഒരു വഴി അജ്ഞാനമാണ് മാറേണ്ടത്. ജ്ഞാനം ഉണ്ടാകണം എന്നാണ് പഠിപ്പിക്കുന്നു. ക്രിയതാണെങ്കിലും ജ്ഞാനം ഉണ്ടാകും. വേദം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന വേദമന്ത്രങ്ങളല്ല, ജ്ഞാനം എന്നാണ്. അപ്പൊ ജ്ഞാനമുണ്ടാകണം. ആ ജ്ഞാനമുണ്ടാക്കാനുള്ള ഒരു വഴി വൈദികമായ സമ്പ്രദായത്തിനകത്ത് വൈദികമായ പഠനമാണ്. അത് പഠിക്കാന്ന് പറഞ്ഞാൽ അത് ജ്ഞാനം ഉണ്ടാകണം. അത് അങ്ങോട്ട് ഉൾക്കൊള്ള പൂർണ്ണ സ്വാംശീകരിക്കലാണ് ജ്ഞാനമുണ്ടാകാനുള്ള വഴി. അവിടെ മാർഗം എന്താണ്? അഗ്നിയെന്നാണ്. അഗ്നി എന്നൊരു തപസ്സാണ്. തപസ്സിലൂടെയാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കേണ്ടത്. ആ തപസ്സിന്റെ റിസൾട്ടാണ് ശരിക്കും വേദം എന്ന് പറയുന്നത്. വേദ സാധനയിലൂടെ തപസ്സിലൂടെ ഋഷീശ്വരന്റെ ഉള്ളിൽ ഉയർന്നു വന്ന ജ്ഞാനം അത് പ്രപഞ്ചത്തിന് പകർന്നു കൊടുക്കുമ്പോഴാണ് വേദങ്ങൾ മാറുന്നത്. ശരിക്കും വേദം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിക്കുന്നത് ജ്ഞാനമല്ല, അത് വേദസംഹിതകളാണ്, വേദമന്ത്രങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മമായ വിശദീകരണമാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അഗ്നിയെ പറ്റി, ജലത്തെ പറ്റി, ആകാശത്തെ പറ്റി തുടങ്ങി ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഋഷീശ്വരൻ കണ്ടുപിടിച്ചിരുന്നു. സ്തുതി രൂപേണ അത് പറഞ്ഞു വെച്ചത്. അപ്പൊ അതാണ് വേദ സംഹിത എന്ന് പറയുന്നത്. അത് തപസ്സിന്റെ റിസൾട്ടാണ്. ആ തപസ്സിലൂടെ ബോധതലത്തിന്റെ പൂർണ്ണമായ വികാസമുണ്ടായ ജ്ഞാനം അങ്ങനെ ഉണ്ടായാൽ ശുദ്ധാവും. അതാണ് ഈ ആചമനത്തിന്റെ ഒരു ഉദ്ദേശം. അതിന്റെ സന്ദേശം അതാണ്, ആഹ്വാനം അതാണ്. തുടർന്ന് വലത് മോതിരം പെരുവിരൽ ഒന്ന് നനയ്ക്കാം, വെള്ളം ഒഴിച്ച് നനയ്ക്കാം. എന്നിട്ട് വലത് കണ്ണ് തൊട്ട് പറയാം ഓം സൂര്യായ നമഃ. വീണ്ടും നനയ്ക്കാം. ഇടത് കണ്ണ് ഓം സോമായ നമഃ. ശേഷം വീണ്ടും വെള്ളം എടുത്ത് വലത് മൂക്ക് തൊട്ട് പറയാം അശ്വിഭ്യോ നമഃ. ഇടത് മൂക്ക് തൊട്ട് അശ്വിഭ്യോ നമഃ. വലത് വീണ്ടും വെള്ളം എടുക്കുക. വലത് ചെവി ദിഗ്ഭ്യോ നമഃ. വീണ്ടും വെള്ളം എടുക്കുക. ഇടത് ചെവി ഓം ദിഗ്ഭ്യോ നമഃ. പിന്നെ ചെറുവിരൽ ഒഴികെയുള്ള വെള്ളം ചേർത്തിട്ട് ജലം നനച്ചിട്ട് ഹൃദയം തൊട്ട് പറയാം ഓം ജീവാത്മനേ നമഃ. 5 വിരലും നനച്ച് ശിരസ്സും ഓം പരമാത്മനേ നമഃ.
ഇത്രയായ ചെറിയ രീതിയിൽ ആചമനമായി മന്ത്രസ്നാനമായി ഇത് ചെയ്താൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. വലത് കൈയിൽ വെള്ളം എടുക്കുക, തുള്ളി വെള്ളം എടുത്ത് പറയാം. ഓം ഭൂ ഋഗ്വേദാത്മനെ ബ്രഹ്മണേ സ്വഹ. വീണ്ടും വെള്ളം എടുക്കുക. ഓം ഭുവ യജുർവേദാത്മനെ വിഷ്ണവേ സ്വഹ. വീണ്ടും വെള്ളം എടുക്കുക. ഓം സ്വ സാമവേദാത്മനെ രുദ്രായ സ്വ. കൈ നനയ്ക്കുക, വലത് ചെയ്ത് ഇടത്തോട്ട് തുറയ്ക്കുക. ഓം ഭൂർഭുവസ്വരോം അഥർവ അങ്കിരസേഭ്യോ നമഃ. വീണ്ടും നനയ്ക്കുക, വീണ്ടും വലത് ചെയ്ത് വയ്ക്കുക, ഇടത്തോട്ട് തുടയ്ക്കുക. ഓം ഇതിഹാസ പുരാണേഭ്യോ നമഃ. വീണ്ടും നനയ്ക്കുക, മുകളിൽ കൈ ഏറ്റവും മുകളിൽ വയ്ക്കുക. അഗ്നയേനം. അപ്പോൾ വേദങ്ങൾ എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ വൈദികമായ മുഴുവൻ കാര്യങ്ങളും ജ്ഞാനത്തിന്റെ വിശദീകരണമാണ്. ജ്ഞാനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു വിശദീകരണമാണ് എല്ലാ വൈദികങ്ങളും. ഇതിഹാസ പുരാണങ്ങളോ കുറച്ചൊരു സാധാരണക്കാരന് ആ ജ്ഞാനത്തിലേക്ക് നയിക്കാനുള്ള പാതയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. യഥാർത്ഥന്റെ വഴി എന്താ? തപസ്. അഗ്നി തപശക്തിയാണ്, തപസ്സിനെയാണ് അഗ്നി എന്ന് സൂചിപ്പിക്കുന്നത്. വേദം തുടങ്ങുന്നത് തന്നെ അങ്ങനെ അഗ്നിമീളെ പുരോഹിതം തുടങ്ങുന്ന മന്ത്രങ്ങളെ കൊണ്ടാണ് വേദമന്ത്രം തുടങ്ങുന്നത്. ആദ്യ ഋഗ്വേദം തുടങ്ങുന്ന ആദ്യത്തെ ഒരു അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. അപ്പോൾ അഗ്നി ഒരു സാധാരണ നാം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തീയല്ല, അത് തപസ്സിലൂടെ നേടിയെടുക്കുന്ന അഗ്നിയാണത്. അത് ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഇത് മുഴുവൻ ജ്ഞാനത്തിലേക്കുള്ള വഴിയാണ്. ഇതിഹാസ പുരാണങ്ങളായാലും ശരി, വേദസംഹിതകളാണെങ്കിലും ശരി, തപസ്സാണെങ്കിലും ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം സമഗ്രമാണ്, ഉള്ളിൽ നിന്ന് ഊറി വരേണ്ടതാണ്. പുറമേ നിന്ന് പഠിക്കേണ്ടതല്ല. പഠിക്കേണ്ടത് വിജ്ഞാനമാണ്. പഠിക്കാൻ കഴിയുന്നത് വിജ്ഞാനമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന മനസ്സിന്റെയും ബുദ്ധിയുടെയും അളവുകൾ നാം ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതാണ് അറിവ്. അത് സമഗ്രമല്ല, പൂർണ്ണമല്ല. അത് മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒരു ചെറിയൊരു അരിപ്പ പറയുന്നത്. അതുകൊണ്ട് അരിച്ചിട്ടാണ് നമ്മൾ എന്തും ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതേസമയം ജ്ഞാനം ഇങ്ങനെയല്ല, തപസ് ചെയ്യല്ല. തപസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരീയത തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് എല്ലാവരും ഉള്ളിലുണ്ട്. അപ്പോൾ തപസ് ചെയ്ത് തൻ്റെ ഉള്ളിൽ ഊറി വരുന്ന ബോധതലത്തിന്റെ വികാസമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ബോധം വികസിച്ച് എന്തായിത്തീരും? ബോധം വികസിച്ച പ്രപഞ്ചബോധമായിട്ട് വന്ന് ഈശ്വരനായിട്ട് വന്നു ആണ് വിഷയം. അപ്പൊ അങ്ങോട്ട് ഉയരാനുള്ള തൻ്റെ ബോധതലത്തിന്റെ വികാസത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ആചാരം മുതലുള്ള ക്രിയകൾ നടക്കുന്നത്. അപ്പൊ മന്ത്രസ്നാനം ഇതാണ്. വളരെ ക്രിയ ചെറുതാണെങ്കിലും അതിന്റെ ഉദ്ദേശവും അർത്ഥവും സൂചനകളും വളരെ വലുതാണ്. അത് കഴിഞ്ഞ് ഭസ്മധാരണം വേണം. കഴിഞ്ഞ ആഴ്ച എടുത്തു, പക്ഷെ 100 പേരെ കേട്ടുള്ളൂ. ബാക്കി 100 പേര് കേട്ടത് മറ്റു പല ക്ലാസ് കേട്ടവരായിരിക്കാം. എന്നാലും അതും കൂടെ എടുത്തിട്ട് ഈ ക്ലാസ്സിന്റെ ഭാഗം എന്ന് കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ ആവർത്തിച്ച് നമുക്ക് മുന്നോട്ട്. ഏകദേശം 178 പേരോളം ക്ലാസ് വന്നിട്ടുണ്ട്. സമയത്തിന് വരാൻ ശ്രമിക്കുക എല്ലാവരും. കാരണം വീണ്ടും അത് കേൾക്കാനുള്ള അവസരം പൊതുവെ ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാം. ശരി, പിന്നെ ഭസ്മധാരണം. ഭസ്മധാരണത്തിന്റെ പേരെന്താ? ആഗ്നേയ സ്നാനം. അഗ്നി ഉണ്ടെന്ന് ദഹിപ്പിക്കും, ശുദ്ധിയാകും. അഗ്നി സാധാരണ അഗ്നിയുടെ സ്വഭാവം ശുദ്ധിയാക്കലാണ്. സ്വർണം പോലും ശുദ്ധിയാക്കുന്ന അഗ്നി ഉപയോഗിച്ചിട്ട്. അഗ്നി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ തപസ്സുണ്ട്. അപ്പൊ ശിവന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആഗ്നേയ സ്നാനം ചെയ്യുന്നത്. ഇടത് കൈയിൽ ഭസ്മം എടുക്കുക. ശരിക്കും ഭസ്മം ഉണ്ടാക്കുന്നത് ശുദ്ധമായ ചാണകം, മായം ചേർക്കാത്ത ചാണകം. എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ പശുവിന് കൊടുക്കുന്ന ഭക്ഷണം പോലും മായമാണ്. അതിന്റെ റിസൾട്ട് അതിന്റെ ചാണകത്തിലുണ്ടാവും. അപ്പോൾ കഴിയുന്നതും നല്ല ശുദ്ധമായ സ്ഥലത്തുനിന്ന്, ആ രീതിയിൽ പശുവിനെ വളർത്തുന്ന സ്ഥലത്തുനിന്ന് ചാണകം സംഘടിപ്പിച്ച്, അത് ശിവരാത്രി ദിവസം ഭസ്മം സാധനം ഉണ്ടാക്കാറ്. ഇല്ലെങ്കിൽ നല്ല ഇതുപോലെ അതുപോലെ പല ഭസ്മം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1-2 അഡ്രസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. കിട്ടാവുന്ന സ്ഥലങ്ങളിൽ ആർക്ക് കോൺടാക്ട് ചെയ്ത്, നമുക്ക് അതിനൊരു ബന്ധമില്ല, നേരിട്ട് കോൺടാക്ട്. നല്ല ശുദ്ധമായ ഭസ്മം നല്ലതാണ്. ശുദ്ധമായ ഭസ്മത്തിന് ഔഷധ വീര്യം പോലും ഉണ്ട്, നല്ലതാണ്. ഇപ്പൊ കിട്ടുന്ന കടകളിൽ വാങ്ങുന്നത് മിക്കവാറും
പല കെമിക്കലും എന്തൊക്കെയോ കത്തിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട. ഒന്നും കിട്ടിയാൽ അത് വാങ്ങിക്കാം, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ശുദ്ധമായ ചാണകഭസ്മം കിട്ടുന്ന കുറേ സ്ഥലങ്ങൾ ഭാരതത്തിലുണ്ട്. ഹരിദ്വാറില് വേൾഡ് ഗായത്രി പരിപാടി എനിക്ക് തോന്നുന്നു അവർക്ക് ചാണകം കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഷിമോഗയിൽ ആശ്രമത്തിൽ ചാണകം, പശുവിന് എല്ലാ വസ്തുക്കളും ദ്രവ്യങ്ങളും കിട്ടാനുണ്ട്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും പശുവിനെ ശുദ്ധമായിട്ട് പശുവിനെ വളർത്തുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർക്ക് സമീപിച്ചാൽ നമുക്കത് കിട്ടും. അപ്പോൾ എന്തായാലും ഭസ്മം എടുക്കുക, ഇടത് കയ്യിൽ ഭസ്മം എടുക്കുക, വലത് കയ്യിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിക്കുക, മോതിരം വിരൽ ഒഴിക്കുക, കുഴയ്ക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ശിരസ് തൊട്ടിട്ട് പറയാം ഓം ഈശാനായ നമ. വീണ്ടും കുഴയ്ക്കാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. 3 വിരല് ത്രിപുണ്ട്രകം എന്നാണ് പറയുന്നത്. നെറ്റിയിൽ ഇടത് ഭാഗത്ത് വലത്തോട്ട് വരയ്ക്കാം. ഓം തത് പുരുഷായ നമ. തിരിച്ചും ചെയ്യാം. ഓം തത് പുരുഷായ നമ. പിന്നെ നെഞ്ചിൽ ഇടതും വലത്തോട്ട് ഓം അഘോരേഭ്യോ നമ. വലത്ത് ഇടത്തോട്ടും ഓം അഘോരേഭ്യോ നമ. പിന്നെ ഇടത് കയ്യിൽ ഇടത് ഭുജത്തെ മേൽഭാഗം ഓം നമ ശിവായ, ഓം വാമദേവായ നമ. വലത് കയ്യിൽ ഓം സദ്യോജാതായ നമ. അപ്പൊ ഈ 5 മന്ത്രങ്ങളായിട്ട് ഭസ്മം ധരിക്കാം. ഈശാനായ നമ, തത്പുരുഷായ നമ, അഘോരേഭ്യോ നമ, വാമദേവായ നമ, സദ്യോജാതായ നമ. പ്രധാന സ്ഥലങ്ങൾ 5 സ്ഥലങ്ങളിൽ ശിവന്റെ 5 മുഖങ്ങൾ. പഞ്ചവക്ത്രനാണ് ശിവൻ. 4 ദിക്കിലേക്ക് ഒരു മുഖം മുകളിലേക്കുമാണ്. ആ ശിവന്റെ 5 മുഖങ്ങളുടെ പേര് അതാണ് ഈ മന്ത്രത്തിലുള്ളത്, ഈ ക്രമത്തിലുള്ളത്. ഈശാനൻ, തത്പുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജ. 5 മന്ത്രങ്ങൾ. അപ്പൊ ശിരസിൽ മുകളിലേക്കുള്ള മുഖമാണ് ഈശാനൻ. അപ്പൊ ശിരസ് 2 കൈ കൊണ്ടും ഭസ്മം എടുത്ത് കുഴച്ച് നമശിവായ ജപിച്ചുകൊണ്ട് കുഴയ്ക്കണം. വെള്ളം വലത് കൈ മോതിരം ഒഴിക്കണം. അങ്ങനെ കുഴച്ച് ശിരസിൽ തൊട്ടിട്ട് പറയാം ഓം ഈശാനായ നമ എന്ന് പറയും, നെറുകയിൽ ബ്രഹ്മരന്ധ്രത്തിൽ. പിന്നെ 2 കൈ കൊണ്ടും വീണ്ടും ഓം നമശിവായ ജപിച്ച് കുഴച്ച് നെറ്റിയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് ത്രിപുണ്ട്രകമായിട്ട് ധരിക്കണം. ഓം തത് പുരുഷായ നമ. തിരിച്ചും ഓം തത് പുരുഷായ നമ. നെഞ്ചിൽ ഇതേപോലെ തന്നെ ഓം അഘോരേഭ്യോ നമ. തിരിച്ചും ഓം അഘോരേഭ്യോ നമ. ഇടത് കൈ ഓം വാമദേവായ നമ. വലത് കൈ ഓം വാമദേവായ. പിന്നെ ബാക്കി പറയുന്ന സ്ഥലത്തൊക്കെ ഓം നമ ശിവായ. 2 കൈമുട്ടുകളിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. മണിബന്ധങ്ങളിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ. വയറിൽ ഓം നമ ശിവായ. നാഭിയിൽ ഓം നമ ശിവായ. പുറകിൽ ഓം നമ ശിവായ. പാർശ്വങ്ങളിൽ വാരിയലിന്റെ ഭാഗത്ത് ഓം നമ ശിവായ. പാദങ്ങളിൽ ഓം നമ ശിവായ. ഇതിന്റെ PDF കിട്ടും. ഇതിന്റെ വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഷെയർ ചെയ്യും. ഇത് ശരിയായ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ പറയാം. അപ്പോ ഇങ്ങനെ പഞ്ചാക്ഷരം കൊണ്ടും ശിവന്റെ 5 മുഖങ്ങളെ കൊണ്ടും ഭസ്മം ധരിക്കും. ശിവം ഭൂത്വാ ശിവം എന്നൊരു നിയമം. ശിവനെ ആരാധിക്കും, ശിവനായിത്തീരണം എന്നൊരു നിയമമുണ്ട്. അതനുസരിച്ച് കുറെ ശുദ്ധീകരണ ക്രിയകളുണ്ട് പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെറുതായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ ശിവന്റെ 5 മുഖങ്ങൾ നമ്മൾ സ്മരിക്കുന്നു, ശരീരം മുഴുവൻ ശിവമയമാക്കുന്നു. ഇതാ കാരണം. തന്ത്രത്തിലൊരു നിയമവും താന്ത്രികമായ കാഴ്ചപ്പാട്. ഈ ശരീരം വളരെ പവിത്രമാണ്. വേദാന്തികൾ പറയുന്നത് പോലെ കേവലം മലമൂത്രങ്ങളുടെ കൂട്ടം മാംസവും രക്തവും കൂടി ചേർന്നിരിക്കുന്ന ഒരു സഞ്ചി പോലെയല്ല ഈ ശരീരം. ശരീരം വളരെ പവിത്രമാണ്. മനസ്സിലായല്ലോ? എത്രത്തോളം പവിത്രമാണ്? ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവസദാശിവ. ഒരു ദേവാലയം പോലെ പവിത്രമാണ് നമ്മുടെ ശരീരം. അവിടെ എന്തിന്റെ ജീവൻ ഉണ്ടല്ലോ. അതെന്താ ജീവൻ? സദാശിവൻ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നല്ലേ പറയാം. ജീവാത്മാവ് എന്നാണ് പറയാം. പരമാത്മാവും ജീവാത്മാവും, ജീവൻ നല്ല പറയും, ജീവാത്മാവാണ്.
അപ്പൊ നമ്മുടെ ശരീരം വളരെ പവിത്രമാണ്. ശിവൻ തന്നെയാണ് നമ്മൾ. അപ്പൊ ദേഹോ ദേവാലയ പ്രോക്തം ജീവോ ദേവ സദാശിവ. അപ്പൊ എത്ര മനോഹരമാണ് ശരീരം. നമ്മുടെ ശരീരത്തെ നന്നായി സൂക്ഷിക്കണം. പലപ്പോഴും ഈ മഹത്വം മനസ്സിലാക്കാത്ത ആ ശരീരത്തെ എല്ലാവരും കേടുവരുത്തുകയാണ് ചെയ്യുന്നത്. 120 വർഷമെങ്കിലും ജീവിക്കാവുന്ന രീതിയാണ് ഈശ്വരൻ നമ്മളോട് അയച്ചിരിക്കുന്നത്. ഇതിനുള്ള ഉപകരണങ്ങളൊക്കെ വളരെ വില പിടിച്ചതാണ്, വളരെ വില പിടിച്ചതാണ്. പല ഉപകരണങ്ങൾ സ്പെയർ വെച്ചിട്ടുണ്ട്, വൃക്ക 2 ഇങ്ങനെ പലതും നോക്കി ചെയ്യേണ്ടതുണ്ട്. ഇത്ര ശ്രദ്ധിച്ച് ഈശ്വരൻ അയക്കുക. പക്ഷെ എന്ത് ചെയ്യും നമ്മള്? ഈ ശരീരമാണ് ശാശ്വതം, ഇതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് സുഖിക്കാൻ തുടങ്ങിയതൊക്കെ നശിച്ചു പോകില്ല. അപ്പൊ 120 വർഷം ജീവിക്കേണ്ട മനുഷ്യന് 60 വർഷം നശിച്ചു പോകും. ചന്ദ്രത്തിനൊരു പ്രധാനം ഇവിടെ വളരെ പ്രധാനമുണ്ട്. ഈ ശരീരം ഇവിടെ നിന്നുകൂടെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ. ഈശ്വരനെ അനുഭവിക്കുന്ന ഈ ശരീരം വേണം. അതുകൊണ്ട് വളരെ പവിത്രവും ഭവ്യവും ദിവ്യവുമാണ് ഈ ശരീരം. ക്ഷേത്രത്തെ പോലെ പവിത്രത ഈ ശരീരത്തിനുണ്ട്. അവിടെ ഈ ശിവനുണ്ടേ. അപ്പൊ നമുക്കത് ബോധ്യമുണ്ട്, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ശിവൻ തന്നെയാണ്. ജീവോ ദേവസദാശിവ. എൻ്റെ ഉള്ളിൽ ഈശ്വരൻ തന്നെ ഉണ്ട്, നമുക്ക് ബോധ്യമുണ്ട്. ഇത് ആദ്യം ബോധ്യമാണ് നമുക്ക് തന്നെയാണ്. അതൊരു ആവശ്യമില്ല. ഞാൻ ഈശ്വരൻ തന്നെയാണ്. ശിവം ഭൂത്വ ശിവം യജേ. ഈശ്വരനാണ് ആദ്യം നമ്മൾ ഉറപ്പിക്കണം. അതിനാണ് ശിവന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭസ്മം ധരിക്കും. ക്ഷേത്രമായി നിത്യേന പ്രഭാതത്തിനും പ്രദോഷത്തിനും രാവിലെയും വൈകിട്ടും ഉറപ്പിക്കുന്നത് ക്ഷേത്രം തന്നെയാണ്, പവിത്രമാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് അനാവശ്യമായ നിവേദ്യം കൊടുക്കാറുണ്ട്. ആരെങ്കിലും മാലിന്യം ചേർന്ന് കേടുവന്നത് ആ ക്ഷേത്രത്തെ അശുദ്ധമാക്കുന്ന ആഹാരം കൊടുക്കാറുണ്ട്. നിവേദ്യം അമ്പലത്തിൽ കൊടുക്കും. ഇതുപോലെ നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ നിവേദ്യമാണ്. ആത്മചൈതന്യം നിലനിൽക്കാൻ നിവേദ്യമാണ് നമ്മുടെ ആഹാരം. അപ്പൊ ആഹാരം കഴിവ് ശ്രദ്ധിക്കുക, അനാവശ്യമായത് അങ്ങോട്ട് കുത്തിച്ചെടുക്കാതിരിക്കുക. ഇത് കൃത്യമായിട്ട് വ്യവസ്ഥകൾ ചെയ്യും. ഒരു അമ്പലത്തിൽ അഭിഷേകം സ്ഥിരമായി വേണ്ടേ? പൂജ കൃത്യമായി നടക്കണ്ടേ? ഈ ശരീരത്തിനൊക്കെ ആവശ്യം. അതുകൊണ്ട് ഭസ്മധാരണത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ നിർബന്ധമായിട്ട് ഭസ്മധാരണം നമ്മൾ ചെയ്യണം. നമ്മുടെ കുടുംബത്തെ എല്ലാവരും ഇത് പഠിപ്പിക്കണം. എല്ലാവർക്കും ചെയ്യിച്ചിട്ട് ആശയം പറഞ്ഞു കൊടുക്കണം. വെറുതെ ഭസ്മം ധരിക്കാൻ പറഞ്ഞാൽ പോരാ, ഇതിന്റെ ആശയം കൂടെ നമ്മൾ വിശദീകരിക്കാൻ നമ്മുടെ ആവശ്യമാണ്. അതിന്റെ കൃത്യമായിട്ട് ഭസ്മം ധരിക്കണം. അപ്പൊ ഭസ്മധാരണം ആഗ്നേയ സ്നാനം. മൂന്നാമത്തേത് മന്ത്രജപമാണ്, പഞ്ചാക്ഷര ജപം. നമുക്ക് ദുഃഖം ഉണ്ടാവുന്നതിന്റെ കാരണം, ദുഃഖം ഉണ്ടാവുന്നത് പാപമുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പാപമുള്ളതുകൊണ്ടാണ്. സുഖം ഉണ്ടാവാൻ കാരണം പുണ്യത്തിന് അളവ് ധീരമായ സുഖം ഉണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ കുറെ ദുഃഖമുണ്ട്, കുറെ സുഖമൊക്കെ ഉണ്ട്. എല്ലാവരും ജീവിതം ഉണ്ടാവും. കുറെ ദുഃഖമുണ്ട്, കുറെ സുഖമുണ്ട്, കുറെ ഇല്ലേ? എന്താ കാരണം? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു അസ്തിത്വം ഇല്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പരമ്പരയുടെ ഭാഗമാണ്. ഞാൻ ജനിക്കുന്ന തൊട്ടും എൻ്റെ ചൈതന്യം എവിടെയായിരുന്നു? അച്ഛനും അമ്മയിലും ആയിരുന്നു. അതിനു മുമ്പേ അവരുടെ അച്ഛനും അമ്മയിലും ആയിരുന്നു. അങ്ങനെ പരമ്പരയിലൂടെ വന്നു ചേരുന്ന മനുഷ്യൻ. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു അസ്തിത്വം, ഒരു നിലനിൽപ്പില്ല. ഒരു പരമ്പരയുടെ ഭാഗമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആ പരമ്പരയുടെ സദ്ഗുണങ്ങൾ മുഴുവൻ നമ്മളുണ്ട്. ആ പരമ്പര ചെയ്ത പുണ്യത്തിന്റെ ഗുണം മുഴുവൻ നമുക്കുണ്ടാവും. പിന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യം കൂടി ചേർന്ന് അതിന്റെ ഫലമായിട്ട് നാം അനുഭവിക്കുന്ന സുഖം. ദുഃഖമാണെങ്കിലോ 7 തലമുറ വരെയുള്ള ആരെങ്കിലും ചെയ്ത പാപത്തിന്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിക്കണം. കൂടെ നമ്മളും കൂടെ ചെയ്യും. അപ്പൊ പാപപുണ്യങ്ങൾ സഞ്ചിതമാണത്, വന്നു ചേരുന്നതാണ്. അത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്. ആ പാപം വർദ്ധിക്കുമ്പോഴാണ് ദുഃഖം കൂടുതലുണ്ടാവുന്നത്. അപ്പൊ ഒരു ധാരണ നമുക്കുണ്ടാവും, കുറെ പാപം ചെയ്തു, തിരിച്ചു കുറെ പുണ്യം ചെയ്താൽ നശിച്ചു പോയില്ല. കാരണം കർമ്മഫലം അനുഭവിക്കണം എന്ന് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന നിയമമാണ്. അപ്പൊ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ ദുഃഖമുണ്ടാവും, പുണ്യത്തിന്റെ ഫലം സുഖമുണ്ട്. അത് രണ്ടും ഒരേപോലെ അനുഭവിക്കാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ രണ്ടും ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണ്. ദുഃഖിക്കാരണം നമ്മളെന്തായി, നമ്മളെ പൂർവികന്മാർ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. ആ പൂർവികന്മാർ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മളെന്നെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടുന്നാണ് വന്നത്? പരമ്പരയിലൂടെയാണ്. എൻ്റെ വീട്ടിൽ ഒരു മാവുണ്ട്. ആ മാവ് കൊണ്ടുവന്നത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന്.
ഇവിടെ പണ്ടൊരു വലിയ തള്ളമാവ് ഉണ്ടായിരുന്നു. അതിന് മാങ്ങ കുറച്ച് മാമ്പഴം കൊണ്ടുപോകും വീട്ടിലേക്ക്. അതിന് മാങ്ങയുടെ വിത്തെടുത്ത് നട്ട് മാവുണ്ടായി. അതിന് മാങ്ങ ഉണ്ടായി. ഈ മാങ്ങയുടെ സ്വാദും ആകൃതിയും മുഴുവൻ പഴയ തള്ളമാവിന്റെ അതേ ആകൃതിയിലാണ്. അതിന്റെ ആകൃതി, അതിന്റെ നിറം, അതിന്റെ സ്വാദൊക്കെ ഒരുപോലെയാണ്. ഇലയുടെ ആകൃതി പോലും തള്ളമാവിൻ്റെതാണ്. കാരണം എന്താ? ആ മാവിന്റെ വിത്തിലൂടെ ആ തള്ളമാവിന്റെയും മുഴുവൻ ഗുണങ്ങളും ഇങ്ങോട്ട് പകർന്നു കൊടുക്കുക പുതിയ മാവിലേക്ക്. വേറെ മണ്ണിൽ, വേറെ രീതിയിൽ, വേറെ വളർത്തുന്ന മുഴുവൻ. പക്ഷെ ഗുണം മുഴുവൻ അതാണ്. ഇതുപോലെ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുൻപേ ഗർഭപാത്രത്തിലാണ് ജന്മം ഉണ്ടാകുന്നത്. ആദ്യത്തെ ചൈതന്യം രണ്ട് ബീജങ്ങൾ ഒന്നിച്ച് ചേർന്ന് ബീജമായി മാറും. രണ്ട് ചൈതന്യം ചേർന്ന് ബീജമായി മാറും, ഒരു വിത്തായി മാറും. അതിനു മുൻപ് ഇത് എവിടെ ഉണ്ടായിരുന്നു? അച്ഛനെ അമ്മയുടെ ഭാഗമായിരുന്നു. അപ്പൊ അവരുടെ മുഴുവൻ ചൈതന്യവും ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്കൊരു അസ്തിത്വമില്ല. ഒരു പരമ്പരയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. ഒരു സാധാരണ രോഗം വന്നു, ഡോക്ടർ എന്താ ചോദിക്കുക? ഒരു പ്രമേഹം വന്നു. ചോദ്യം നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു ചോദിക്കും, അല്ലേ? കാരണം അവരുടെ പരമ്പരയെ നമ്മൾ വന്നു വിചാരിച്ചു. ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആധുനിക ജനിതക ശാസ്ത്രം പോലും പഠിപ്പിക്കുന്ന ഇതാണ്. പരമ്പരയിലൂടെ വന്നു ചേരുന്നതാണ് മിക്കവാറും രോഗങ്ങളും സ്വഭാവം ഒക്കെ. പണ്ട് കാലത്ത് ഒരാൾക്ക് കുട്ടിയുണ്ടായ അയാൾ അച്ഛന്റെ പേരാണ്. ഒരു മകനുണ്ടായി. എനിക്കൊരു മകനുണ്ടായി, എൻ്റെ അച്ഛന്റെ പേരാണ്. കാരണം എൻ്റെ അച്ഛന്റെ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് മുത്തച്ഛന്റെ സ്വഭാവ അവസാനം ഉണ്ടാവാം. മനസ്സിലായല്ലോ? അതൊരു അമ്മയുടെ സ്വഭാവം ഒക്കെ ഉണ്ടാവും. പരമ്പരയിലൂടെ സ്വഭാവം വരെ, രോഗം വരെ എല്ലാം പകർന്നു കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പൂർവികന്മാരുടെ ചൈതന്യം, അതുകൊണ്ട് അതിനകത്ത് അവരുടെ പാപകർമ്മം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് എവിടെയാ ഉള്ളത്? അന്ധകരണത്തിലാണ് ഇതുള്ളത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇങ്ങനെ 4 തലങ്ങളാണ് മനസ്സിനുള്ളത്. അതിൽ മനസ്സും ബുദ്ധിയും നമ്മൾ സാധാരണ അനുഭവിക്കുന്നത്. അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം, ഞാൻ എന്ന് പറയുന്ന ബോധം, അമ്പടനല്ല, ഒരു ഞാൻ എന്ന് പറയുന്ന ബോധം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ഞാൻ എന്ന് പറയുന്ന ബോധം ഉടലെടുക്കാൻ കാരണം, ഞാൻ ഇല്ലെങ്കിലോ? രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇല്ലെങ്കിൽ അവിടെ ഈശ്വരൻ. ഞാൻ ഉണ്ട് ഇവിടെ. ഇതിന്റെ കാരണം പാപമുള്ളതുകൊണ്ടാണ് ഞാൻ വേറെയാണ് എന്ന് തോന്നുന്നത്. ഞാൻ ഈശ്വരനല്ല. ഞാൻ ഈശ്വരൻ തന്നെയാണ് നേരത്തെ അവൻ പറഞ്ഞു. പക്ഷെ ഈശ്വരനല്ല തോന്നുന്നു പാപം കൊണ്ടാണ്. ആ പാപം എവിടെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ചിത്തത്തിലാണുള്ളത്. ചിത്തം എന്ന ശുദ്ധമായ ബോധമാണ്. ആ ശുദ്ധമായ ബോധത്തിൽ, ചിത്തത്തിൽ, അത് മനസ്സല്ല, ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സല്ല, ബോധമാണ്. അങ്ങനെ വ്യത്യാസം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സുകൂടെ പറഞ്ഞു, താഴെ പറഞ്ഞു. അപ്പൊ മറ്റേത് ചിത്തം എന്ന് പറയുന്നത് മനസ്സായിട്ട് സ്ഥാനം വ്യാഖ്യാനിക്കാറ് മനസ്സല്ല, ചിത്തം എന്ന് പറയുന്നത് ബോധമാണ്. അവിടെയാണ് ഈ മാലിന്യം ഉണ്ടാവുക. സൂക്ഷ്മ ശരീരത്തിലാണ് മാലിന്യമുള്ളത്, ഈ പാപമുള്ളത്. അപ്പം ചിത്തത്തിനകത്ത് പാപം ഉള്ളത് കൊണ്ട് അഹങ്കാരവും തുടർന്ന് മനസ്സും ബുദ്ധിയും അപകടമൊക്കെ വരുന്നു. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ എന്താണ്? ചിത്തശുദ്ധി ഉണ്ടാവണം. ചിത്തശുദ്ധി ഉണ്ടാക്കാൻ കുറേ വഴികളുണ്ട്. ഒന്ന്, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി പോലുള്ള അഷ്ടാംഗ യോഗയിലൂടെ നമുക്ക് ശരീരവും മനസ്സും ആത്മാവിനും ഒക്കെ ശുദ്ധീകരിക്കാം. ഇന്ന് സാധാരണക്കാരന് പ്രായോഗികമല്ല. അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റി വയ്ക്കണം, അങ്ങനെ ജീവിത സാഹചര്യം ഉണ്ടാവണം, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന് മോചനം വേണ്ട ഈ പാപത്തിൽ നിന്ന്. അവരോട് പറഞ്ഞു, നീ ഗുരുവിൻ്റെ അടുത്ത് പോയി ജീവിക്കും. ഗുരുവിന് കൂടെ ജീവിച്ചാൽ എന്താ ഗുണം? ഒരു ഗുരുനാഥൻ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കും തൻ്റെ ശിഷ്യന്മാരെയാണ്. ഒന്ന്, അഹങ്കാര തലമുക്ക് ഒരു അടി കിട്ടും. ഒരു യഥാർത്ഥ ഗുരുനാഥനെ കൂടെ ജീവിച്ചു ഭയങ്കര ബുദ്ധിമുട്ട്, അഗ്നിയെ പോലെയാണ് കൊള്ളുന്നത്. അങ്ങനത്തെ ഗുരുനാഥനെ കാണുകയും അതിന് പാകമായ ശിഷ്യന്മാർ ഉണ്ടാവുകയും ചെയ്താൽ അവർ ഗുരുനാഥൻ കൂടെ ജീവിക്കാം. കലിയുഗത്തിൽ അങ്ങനത്തെ ഗുരുനാഥനെ കിട്ടാനും ഇല്ല, അങ്ങനെ ശിഷ്യന്മാരെ അങ്ങനെ മാറാനും വയ്ക്കാം. അങ്ങനെ ബുദ്ധിമുട്ട് പറയാം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? എളുപ്പവഴി എന്താ? കലിയുഗത്തിൽ നാമം ജപിച്ചാൽ മതി, പഞ്ചാക്ഷരം ജപിച്ചാൽ മതി. പഞ്ചാക്ഷരം സിദ്ധി വരുത്തിയാൽ പാപം ആണ് ഏറ്റവും ലക്ഷ്യം. അപ്പൊ എളുപ്പവഴിയാണ് പഞ്ചാക്ഷരം. ഓം നമഃശിവായ മന്ത്രം. അതുകൊണ്ട് പഞ്ചാക്ഷരം സിദ്ധി വരുത്തും. സാമാന്യ ക്രമം അക്ഷരലക്ഷം ജപിക്കുക എന്നൊക്കെയാണ്.
അങ്ങനെ ജപിച്ച് ഒരു പുരസ്കാരമായിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് അതൊന്ന് ഞാൻ ഈ ക്ലാസ് ചെറിയൊരു ക്ലാസ് ഇത് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ആരും സാഹചര്യം എനിക്കറിയില്ല. പക്ഷെ തൽക്കാലം നമുക്ക് ചെയ്യാം. സുബ്രഹ്മണ്യോപാസന തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ശുദ്ധിയാവണം. അപ്പൊ 3 കാര്യം ശുദ്ധിയാവുന്നുണ്ട്. ഒന്ന് കുളിക്കുക, പിന്നെ ആചമനം ചെയ്യുക, ഭസ്മധാരണം ചെയ്യുക, പിന്നെ പഞ്ചാക്ഷരം ജപിക്കുക. കഴിയുന്നത്ര ശുദ്ധിയാവണം. കേട്ടല്ലോ? പഞ്ചാക്ഷരത്തിന് ഒരു ഉപദേശം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു. പക്ഷെ ഒന്നുകൂടെ ഈ പ്രാവശ്യം കൂടെ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ദ്വാരദർശനത്തിലേക്ക് നമുക്ക് നേരെ കയറാം. കേട്ടോ? അപ്പൊ നേരെ എല്ലാം നേരെ നിവർന്നിരിക്കാം. ശിരസിൽ തൊട്ടുകൊണ്ട് വാമദേവ ഋഷി, മേൽച്ചുണ്ടിൽ തൊട്ടുകൊണ്ട് പങ്ക്തിച്ചന്ദ്, ഹൃദയത്തിൽ സദാശിവരുദ്രോ ദേവത. ഇതിന് അംഗന്യാസം, കരന്യാസം, ധ്യാനശ്ലോകം ഒക്കെ ഉണ്ട്. പക്ഷെ മിനിമം ആയിട്ട് സംഗീത ചെയ്യാം. ഋഷി, ഛന്ദസ്, ദേവത 3 സ്മരിക്കാം. നേരെ നിവർന്നിരിക്കുക. വലത് ചെവിയുടെ കേൾക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ മന്ത്രം ജപിക്കാം. കഴിയുന്ന പ്രഭാതത്തിനും പ്രദോഷത്തിനും ആചമനം വെച്ച് ജപിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ജപിക്കാം. നിങ്ങളുടെ ജീവിത സാഹചര്യം എനിക്കറിയില്ല, ഒരു ദിവസം ജപിക്കാം. നീ സൗകര്യമുള്ള സമയം ജപിക്കാം. അങ്ങനെ തീരുമാനിക്കാം. കാരണം ജോലി, കാര്യങ്ങൾ, ബഹളമൊക്കെ ഉണ്ടാവും. കഴിയുന്നതും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകിട്ട് ജപിക്കാൻ ശ്രമിക്കാം. അല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ജപത്തിലാണ് പ്രാധാന്യം, മറ്റൊന്നുമല്ല. ഏത് സാഹചര്യം സാധനം ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം കൂടി കണക്കെടുത്ത് ക്രമീകരിക്കും ആണ് വേണ്ടത്. എന്തായാലും നമഃശിവായ ജപിക്കാം. 1008 മന്ത്രമായി നിത്യം ജപിക്കാൻ ശ്രമിക്കാം. ഒരു മാല എടുത്താൽ 10 മാല, 108 മണിയുടെ മാലയിൽ 10 മാല ജപിച്ചാൽ 1008 ആവുമല്ലോ. അപ്പോൾ രാവിലെ 2 നേരമായിട്ട് ഇങ്ങനെ ജപിക്കാം. മന്ത്രം എപ്പോഴും രാവിലെ എപ്പോഴും ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ, മന്ത്രം കുറച്ച് ജപിച്ചു കഴിഞ്ഞാൽ അതിലെ ഗായത്രി ജപിക്കാം. അതുകൂടെ ഉപദേശരൂപേണ തരാം. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഏത് മന്ത്രത്തിനും ഒരു ഗായത്രി ഉണ്ടാവും. സാധാരണ ഗായത്രി സൂര്യഗായത്രിയാണ്. ഓം ഭൂർഭുവസ്സുഃ സവിതുർവരെണ്യം എന്ന മന്ത്രമാണ്. പക്ഷെ ഏത് ദേവതയുടെ മന്ത്രം ജപിച്ചാലും ആ ദേവതയുടെ ഒരു ഗായത്രി ഉണ്ടാവും. ആ മന്ത്രസാധനയിലൂടെ എൻ്റെ ബോധതലത്തിൽ ബോധതലം വികസിക്കണമേ എന്നാണ് ആഹ്വാനം. അപ്പൊ ആ മന്ത്രത്തിന്റെ സാധനം എന്താ സംഭവിക്കേണ്ടത്? ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ അവതരിക്കണമെന്നല്ല. മനസ്സിലായല്ലോ? എൻ്റെ ബോധത്തിന്റെ വികാസം ഉണ്ടാക്കണം. ധീമഹി, ഞങ്ങളുടെ ബോധ വികാസം ഉണ്ടാകുന്നു, പ്രചോദനം എന്നാണ് സങ്കല്പം. ഏത് മന്ത്രം അത് നമ്മൾ ശരി സങ്കല്പിക്കണം. അതിൽ 10 പ്രാവശ്യം ജപിക്കാം. എത്ര ജപിച്ചാൽ മന്ത്രം ജപിച്ചാലും ഒരു 10 പ്രാവശ്യം ഗായത്രി ജപിക്കും. അത് കഴിഞ്ഞ അവസാനം വീണ്ടും വാമദേവ ഋഷി, പങ്ക്തിച്ഛന്ദ, സദാശിവരുദ്രോ ദേവത. ഈ മന്ത്രത്തിന്റെ ഋഷി വാമദേവനാണ്. ഏത് മന്ത്രത്തിനും ഒരു ഋഷി ഉണ്ടാവും. ഏത് മന്ത്രം ജപിക്കുമ്പോഴും അതിനൊരു ഋഷി ഉണ്ടാവും. ആ ഋഷി എന്ന് പറയുന്നത് മന്ത്രദ്രഷ്ടാവാണ്. ആ മന്ത്രം ആദ്യമായി കണ്ട ആളാണ്. മന്ത്രം കണ്ടു എന്ന് പറയാൻ കാരണം മന്ത്രം ദേവതയെ സൂചിപ്പിക്കുന്ന ഒരു ദേവതയുമായി ബന്ധപ്പെട്ട മന്ത്രം. ദേവതയ്ക്ക് 3 ഗുണങ്ങളുണ്ട്. ഒരു നാമമുണ്ട്, ഒരു മന്ത്രമുണ്ട്, ഒരു ഗുണമുണ്ട്, ഒരു രൂപമുണ്ട്. ദേവതയ്ക്ക് 3 കാര്യങ്ങൾ. നാമ രൂപ ഗുണങ്ങളോട് കൂടി ചേർന്നതാണ് ദേവത. അപ്പൊ ഓരോ ദേവതയ്ക്കും ഒരു ഗുണം. എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഇത്രയ്ക്ക് ദേവതകൾ വന്ന്? ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള ഗുണങ്ങൾ സ്വാംശീകരിക്കാൻ ആ ദേവത ഉപാസിക്കണം. അപ്പൊ ഋഷീശ്വരന്മാർ ഓരോ ഗുണങ്ങളും സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദേവതാ സങ്കല്പത്തെ അവർ കണ്ടുപിടിച്ചു. അപ്പൊ വിദ്യ വേണം, സരസ്വതി ഉപാസിക്കും. സമൃദ്ധി വേണം, മഹാലക്ഷ്മി ഉപാസിക്കും. അപ്പൊ അത് ഇത്ര ദേവതകൾ വരാൻ കാരണം
അപ്പൊ അത് കണ്ടുപിടിച്ചു, ഇന്ന ഗുണം ലഭിക്കുന്നു. പിന്നെയോ അത് ഇന്ന മന്ത്രം ജപിക്കണം, ഇന്ന ശബ്ദം നേരത്തെ പ്രപഞ്ചം ഉണ്ടായത് സ്ഫോടത്തെ തുടർന്നാണ്, തുടർന്ന് ശബ്ദങ്ങൾ ഉണ്ടായി. അപ്പൊ ശബ്ദം ആരും സൃഷ്ടിച്ചതല്ല, അത് പ്രപഞ്ച പരിണാമ പ്രക്രിയ ആദ്യത്തേതാണ് ശബ്ദം. ശബ്ദബ്രഹ്മമാണ് ദൃശ്യപ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നത് എന്നൊരു നിയമമുണ്ട്. അപ്പൊ ശബ്ദം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിൽ ഓരോ പരമാണുവിനും ശബ്ദമുണ്ട്. ഋഷീശ്വരന്മാർ എന്താ കണ്ടത്? ഇന്ന ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്താൽ അതൊരു മന്ത്രമായി തീരും. ആ മന്ത്രസാധനയിലൂടെ ഇന്ന ഗുണത്തെ സ്വാംശീകരിക്കാൻ കഴിയും. വിദ്യ എന്ന് പറയുന്ന ഗുണത്തെ സ്വാംശീകരിക്കാൻ സരസ്വതി ഉപാസിക്കണം. ആ സരസ്വതി മന്ത്രം ഇതാണ്, ഋഷീശ്വരൻ പറഞ്ഞു തരും. അതാണ് ഇങ്ങനെ. അപ്പൊ മന്ത്രത്തെ കണ്ടുപിടിച്ചാൽ അതിന്റെ ഗുണം, അതിന്റെ രീതി, അതിന്റെ താളം, ഇതൊക്കെ കണ്ടുപിടിച്ച ആളാണ്, ദ്രഷ്ടാവാണ് ഋഷി. അപ്പൊ ഏത് മന്ത്രത്തിന്റെയും ദ്രഷ്ടാവിൻ നമ്മൾ ശിരസ് സ്മരിക്കാം. കാരണം ഗുരുനാഥനെയാണ് ശിരസ് സ്മരിക്കുക. ആ മന്ത്രത്തിന്റെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം ഋഷിയെ. അപ്പൊ അങ്ങനെ ഈ വാമദേവൻ എന്ന് സദാശിവരുദ്രൻ എന്ന് പറയുന്ന ദേവതയുടെ ഗുണം ആദ്യമായിട്ട് പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിച്ചത് വാമദേവനാണ്. ശിരസിൽ വാമദേവനെ സ്മരിക്കണം. പിന്നെ ആ മന്ത്രത്തിന്റെ താളമുണ്ട്, പല ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണല്ലോ. അപ്പൊ സംഗീതത്തിനകത്ത് അടിസ്ഥാന ശബ്ദം ഏഴേ ഉള്ളൂ, സരിഗമ പദങ്ങൾ. അപ്പൊ ഇതിനെ കൂട്ടിക്കേറ്റി ചേർത്തിട്ടാണ് വിവിധ രാഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ മന്ത്രത്തിലും പ്രപഞ്ചത്തിന്റെ ശബ്ദവുമായി അനുരണനം ചെയ്യുന്ന ഒരു താളമുണ്ട്. അതാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അത് ഉറക്കെ പറയുന്നു, വൈഖരി. ശരിക്കും തൊണ്ടേന്ന ശബ്ദം വരുന്നത് അവിടെയാണ് തൊടേണ്ടത്. ഛന്ദസ് തൊടേണ്ടത് അവിടെയാണ്, പക്ഷെ അവിടെ തൊടാൻ പറ്റില്ല. മേച്ചൊല്ലി തൊട്ട് പറയും. വാമദേവ പങ്ക്തി ഛന്ദ, പല ഛന്ദസ്സുകൾ, പങ്ക്തി, ഗായത്രി, അനുഷ്ഠ, അത്യനുഷ്ഠ, അങ്ങനെ കുറെ മന്ത്രങ്ങളുണ്ട്. അതിജഗതി, കുറേയധികം ഛന്ദസ്സുണ്ട്. ഓരോ മന്ത്ര ഛന്ദസ് വ്യത്യസ്തമാണ്. അത് വൈദിക നിയമം അനുസരിച്ച് മനസ്സിലാക്കണം. എനിക്ക് അതിനെ പറ്റി അറിയില്ല, പക്ഷെ ഇത് പറയാം. വാമദേവ പങ്ക്തി ഛന്ദ, ഹൃദയത്തിൽ ദേവതയെ സ്മരിക്കുക. സദാശിവരുദ്രോ വ്യക്ത എന്നിനാണ് മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ സുബ്രഹ്മണ്യ മന്ത്രത്തിനകത്ത് അതിലും ഋഷിഛന്ദ ദേവതയുണ്ട്. അപ്പൊ ഇതാണ് ആ മന്ത്രം ജപിച്ചാൽ എന്ത് ഗുണം കിട്ടും, ആ ഗുണം സ്വാംശീകരിക്കാൻ ഏത് മന്ത്രത്തെ ഏത് മാത്രയാണ് ജപിക്കേണ്ടത് എന്ന് ആദ്യമായി കണ്ട ഋഷി ശിരസ് സ്മരിക്കാം. പ്രപഞ്ചത്തിന്റെ താളവുമായ ആ ശബ്ദസ്പന്ദനത്തിന്റെ അനുരണനം ചെയ്യുന്ന രീതിയാണ് ഛന്ദസ് എന്ന് പറയുന്നത്. ആ മന്ത്രസാധനയുടെ ഏത് ഗുണമാണ് ലഭിക്കുന്നത്, ആ ഗുണം ഒരു ദേവതയാണ്. ഏത് ദേവതയ്ക്കും ഒരു ഗുണമാണ്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവാം. ഏത് ഗുണത്തിനും ഒരു ദേവത, ഏത് ശബ്ദത്തിനും ഒരു ദേവതയുണ്ട്. പ്രപഞ്ചത്തിന് മുഴുവൻ ശബ്ദങ്ങൾക്ക് ദേവതയുണ്ട്. അങ്ങനെയാണ് 33 കോടി ദേവതകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് 33 ദേവതയുള്ളൂ. ഓരോ ദേവതയ്ക്കും 1 കോടി ഗണങ്ങളുണ്ട്. അങ്ങനെയാണ് 33 കോടി ഗണങ്ങൾ എന്ന് പറയുന്നത്, ദേവത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സദാശിവരുദ്രം നമ്മൾ ഹൃദയത്തിൽ സ്മരിക്കാം. അപ്പൊ വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ അങ്ങനെ ജപിക്കാം. ഒടുവില് തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത് 10 പ്രാവശ്യം. വീണ്ടും ഒടുവിൽ അവസാനിപ്പിക്കുമ്പോഴും വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത എന്ന് പറഞ്ഞ് അവസാനിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കുളിക്കുക, ആചമനം ചെയ്യുക, ഭസ്മധാരണം ചെയ്യുക, പഞ്ചാക്ഷരി കഴിക്കുക. ശുദ്ധീകരണത്തിന്റെ 4 ഭാഗം എന്നെടുത്തത് നമ്മൾ ദേവതാരാധന തയ്യാറാവാം. അപ്പോൾ ഏത് ദേവതാരാധന തയ്യാറാവണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അടുത്ത ഒരാഴ്ചക്കത് മുഴുവൻ കൃത്യമായിട്ട് പരിശീലിക്കാം. നമ ശിവായ വരെ ജപിക്കാം. അടുത്ത ആഴ്ച സുബ്രഹ്മണ്യോപാസന ആരംഭിക്കാം. 2 ആഴ്ചയോട് അടുത്ത ആഴ്ച അതിന്റെ ധ്യാനശ്ലോകം വരെ എടുക്കും. പിറ്റത്തെ ആഴ്ച മന്ത്രോപദേശമായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ ചെറിയൊരു ലഘുവായ സുബ്രഹ്മണ്യ പൂജയും ഒരു മാലാമന്ത്രവും പഠിപ്പിക്കും. ലഘുവായിട്ട് എല്ലാവരും ചെയ്യാവുന്ന രീതിയിൽ പൂജ, സുബ്രഹ്മണ്യ പൂജ. പണ്ട് കാലത്ത്
കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ സുബ്രഹ്മണ്യ പൂജ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നിന്നുപോയി. നമുക്ക് വീണ്ടും പുനരാരംഭിക്കേണ്ടത് അത്യാവശ്യമായിട്ട്. കാരണം കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സാധ്യാത്മിക മുന്നേറ്റം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ തപശക്തിയുടെ സിദ്ധി തരുന്ന ഒരു ദേവതാ സങ്കല്പമാണ് സുബ്രഹ്മണ്യൻ. ഇടയ്ക്കാലത്ത് കേരളത്തിലുള്ളവർ അതിൻ്റെ കുറച്ച് അകന്നുപോയി. അത് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമമാണ്. ഇതിലൂടെ മാത്രമല്ല പല സമ്പ്രദായത്തിലും ഇപ്പോൾ തുടങ്ങും. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സുബ്രഹ്മണ്യ ഉപാസന ആരംഭിക്കണം, സുബ്രഹ്മണ്യ പൂജ ആരംഭിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് പുലിപ്പാണി എന്ന് പറയുന്ന മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ട ആണ്ടിമാരെ വന്ന് ചെഞ്ചിരുന്ന അവരിപ്പോൾ കിട്ടാൻ നമുക്ക് ഇന്ന് സാഹചര്യം പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അതായത് വീടുകളിൽ ലഘുവായിരിക്കണം, എല്ലാവരും ചെയ്യാവുന്ന രീതിയിൽ, സ്ത്രീകൾക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. അതുടനെ 4 ആഴ്ച കൊണ്ട് 28 മാസം കൊണ്ട്, കാരണം 2 ക്ലാസ് കഴിഞ്ഞു, 6 ക്ലാസ് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പിന്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരാൾ നിർദ്ദേശം വെച്ചിരുന്നു, ഇത് കഴിഞ്ഞ് എല്ലാവർക്കും ഒന്നിച്ചിരുന്നുകൊണ്ട് ക്യാമ്പ് കൊണ്ട് നടത്തിക്കൂടാൻ ചോദിച്ചിരുന്നു. താല്പര്യമുള്ള ആർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോഴിക്കോട് സ്ഥലം ഒരു വൺഡേ ക്യാമ്പ് രാവിലെ ഒരു ദിവസം വരെ, പിറ്റേന്ന് രാവിലെ തുടങ്ങാം, വൈകിട്ട് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ശിബിരത്തോടു കൂടി വേണമെങ്കിൽ ഒരാൾ പ്രായോഗിക പരിശീലനത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ചെയ്യാം. ആദ്യമായി നമ്മൾ പരിശ്രമിക്കുന്നത് എല്ലാവരും താല്പര്യം നമുക്ക് ചെയ്യാം. ക്യാമ്പിന് ശേഷം, ക്ലാസ്സിന് ശേഷം നമുക്ക് ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് എത്ര പേര് താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ക്ലാസ് ഇനി 4 ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത 4 ക്ലാസ് കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാം. ശ്രദ്ധാപൂർവ്വം എല്ലാവരും സമയം വേണ്ടി മാറ്റിവെക്കണം. ക്ലാസ് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാം, അത്യാവശ്യം ചോദ്യം ചോദിക്കാം. ചോദിക്കാൻ എല്ലാവർക്കും ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാൻ സംവിധാനം ഇതിനുള്ളിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരും. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ചോദിക്കാം. അതൊരു കഴിഞ്ഞ ക്ലാസ് നാമം ജപിച്ച് അവസാനിക്കാം. നാമം ജപിക്കുന്നത് വരെ ഈ ക്ലാസ് ഉണ്ടാവും. ഒരു 5-10 മിനിറ്റ് തീർക്കാം കേട്ടോ. ശരി, അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വിട്ടുപോയാൽ ക്ലാസ്. ശരി, നമസ്കാരം. പറയും ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യുന്നത് ഇങ്ങനെ പലർക്കും അറിയും. നമസ്കാരം. നിങ്ങളുടെ സ്ക്രീനിൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്താം. അപ്പോൾ അതിൽ റേസ് ഹാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അല്ല എങ്കിൽ ചാറ്റ് ബോക്സ്, ചാറ്റ് ഉണ്ട്, ആ ചാറ്റിലും ടൈപ്പ് ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. ശരി. നമസ്തേ ഗുരുനാഥ. നമ്മള് സന്ധ്യാവന്ദനം 2 നേരം ചെയ്യണം, രാവിലെയും വൈകിട്ടും. വൈകുന്നേരവും ഭസ്മം നനച്ച് തന്നെയല്ലേ തൊടണ്ടേ? ഒരു ധാരണയുണ്ട്, വൈകിട്ട് പക്ഷെ സാധകന് ത്രിപുരമായിട്ട് ധരിക്കണം. അതുകൊണ്ട് സാധകന്മാര് രാവിലെയും വൈകിട്ടും എപ്പോഴെങ്കിലും ഭസ്മം ധരിക്കുമ്പോൾ ത്രിപുരമായിട്ട് ധരിക്കും. ശരി ഗുരുനാഥ. പിന്നെ ആനന്ദ് ആൺമുട്ടി. നമസ്തേ ഗുരുനാഥ. നമസ്തേ ഗുരുനാഥ. ഗുരുനാഥ, സുബ്രഹ്മണ്യ ഉപാസനയുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു. ഇതിപ്പം എന്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ വളരെ യാദൃശ്യമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായി. സുബ്രഹ്മണ്യനുമായിട്ട് അടുപ്പിക്കുന്ന രീതിയിലുള്ള 1-2 അനുഭവങ്ങൾ വളരെ യാദൃശ്യമായിട്ടുണ്ടായി. അപ്പം ഇതും കൂടെ ഇങ്ങനൊരു ക്ലാസ്സിനും കൂടെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ നമ്മുടെ പ്രപഞ്ചശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പം സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൂടിയത് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. എനിക്കും അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് സുബ്രഹ്മണ്യ ഉപാസന ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ചെയ്യാൻ തോന്നിയപ്പോൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ ധാരാളം ആളുകൾ പറഞ്ഞു ഞങ്ങൾ സുബ്രഹ്മണ്യം വേണമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഇടക്കാലത്ത് ഒരു ചിന്തയാണ്, കാരണം കുലദേവതാചരണം നമ്മൾ സഭ കുറെ കാലം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവിക പല കുടുംബങ്ങളിലും പ്രശ്നം വെക്കുമ്പോഴും ദുരിതം ഉണ്ടാകുമ്പോൾ ആൾക്കാരൊന്നും സംസാരിക്കുന്ന സമയത്ത് കേൾക്കാറുണ്ട്, ഞങ്ങൾക്ക് പൂർവികമായ സുബ്രഹ്മണ്യ ഉപാസന ഉണ്ടായിരുന്നു, ആണ്ടിവിട്ടുണ്ടായിരുന്നു ഒക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ആ റിയാക്ഷൻ അറിഞ്ഞത് ധാരാളം ആളുകൾ ആവശ്യമുണ്ടെന്ന് ആൾക്കാർ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അത് യാദൃച്ഛികമായ സംഭവം, അതും ഒരു സുബ്രഹ്മണ്യന്റെ അനുഗ്രഹമായിരിക്കണം എന്ന് തോന്നുന്നു.
ഇതിൽ ചിന്തിച്ചിരുന്നില്ല ഈ കാര്യം. പ്രാധാന്യം ഉണ്ടെന്ന് ഉറപ്പാണ്. എന്തോ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ട് തോന്നുന്നു. ഓ. ശരി. പിന്നെ സ്ത്രീകൾക്ക് ധരിച്ച് വസ്ത്രം തൊടാൻ പാടുണ്ടോ എന്ന് ചോദ്യമുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസം സാധനയിലില്ല, സാധകന്മാരേ ഉള്ളൂ. സാധകന്മാർ നനച്ചിടാണ് വസ്ത്രം തൊടേണ്ടത്. ആചമനവും മന്ത്രജപവും ഒക്കെ ആർക്കും ആവാം. ഒരു വ്യത്യാസമുണ്ട്. ഒരു സംശയമുണ്ടോ? സ്ത്രീക്ക് മന്ത്രം ജപിക്കാൻ പാടുണ്ടോ? സ്ത്രീയാണ് കൂടുതൽ ജപിക്കേണ്ടത്. ശരി. ചാറ്റിൽ ഒരു സംശയം വന്നിരുന്നു. ആ. പഞ്ചാക്ഷര ജപത്തിന്റെ അംഗന്യാസം കരന്യാസം അത് ഗണപതി ജപത്തിന് അത് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഇവിടെ പ്രാധാന്യം സുബ്രഹ്മണ്യ ഉപാസനയൊക്കെ ആയതുകൊണ്ട് പഞ്ചാക്ഷര ജപത്തിന്റെ അംഗന്യാസം കരന്യാസം ധ്യാനശ്ലോകം അത് ഇവിടെ പറയുന്നില്ല. വേറെ അടുത്ത മറ്റു ചില ക്ലാസ്സുകൾ പ്രാധാന്യത്തോടെ പറയും. ഇവിടെ വളരെ ലഘുവായിട്ട്, കാരണം തുടങ്ങണ്ടേ എല്ലാവർക്കും. അപ്പൊ ഇത് ആദ്യം അത് എടുത്താൽ ശരിക്കും ക്ലാസ്സിന് ഇത്രയും സമയം മതിയാവില്ല. അതുകൊണ്ടാണ് അത് ശരിക്കും അങ്ങനെ നമ്മൾ 3 ആഴ്ച വേണ്ടി വരും ഒരു മന്ത്രോപദേശം ചെയ്യാൻ. അപ്പോൾ ഒന്ന് അത് മാത്രം മന്ത്രോപദേശം ചെയ്യാം, അല്ലെങ്കിൽ അത് മറ്റു പല ഗ്രൂപ്പുകളും എടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് വരുന്ന കുലദേവതയിലും പല സ്ഥലത്ത് ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രാധാന്യം സുബ്രഹ്മണ്യോപാസനയ്ക്ക് ആയതുകൊണ്ട് അത് കഴിയട്ടെ എന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് സമയം നമുക്ക് ചെയ്യാം. അങ്ങനെ ശങ്കരന്യാസത്തോടു കൂടി പഞ്ചാക്ഷരം ജപിക്കാം. കേട്ടോ, ധ്യാനശ്ലോകം നോക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ സിലബസ് അത് ഉൾപ്പെടുത്തി, അങ്ങനെയല്ല ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇത്രയും. ശരി, കഴിയും. അവർ ചോദിച്ചത് ചേട്ടാ, അത് ഗണപതി മന്ത്രത്തിന്റെ പോലെയാണോ പഞ്ചാക്ഷര ജപത്തിന്റെ കരന്യാസം അംഗന്യാസം എന്നാണ് ചോദിച്ചത്. അല്ല, മന്ത്രത്തിന് വ്യത്യാസമുണ്ട്. അംഗന്യാസം കരന്യാസം ഒരുപോലെ തന്നെ. മന്ത്രത്തിന് വ്യത്യാസമുണ്ട്. ഗണപതി മന്ത്രത്തെ പോലത്തെ അല്ല. അത് പറയാം കേട്ടോ, തരക്കാരം ചെയ്യും. ഗണപതിക്ക് ഗാം ഗീം ഗൂം എന്നല്ലേ, അത് അങ്ങനെയല്ല, വ്യത്യാസം. ശരി, വേറെ ചോദിക്കാം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. ഗ്രൂപ്പിലോ അടുത്ത ആഴ്ചയോ ഉത്തരം തരാം. ശരി, എല്ലാവരും നിവർന്നിരിക്കുക. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവ രുദ്രോ ദേവത. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവ രുദ്രോ ദേവത. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ. നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്കും നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹത്തിന് ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓം